കേരളത്തിന്റെ വടക്കേ അറ്റത്ത് കടലും പുഴയും കുന്നുകളും അതിരിടുന്ന കാസർഗോഡ് എന്ന സപ്തഭാഷാ സംഗമഭൂമിക്ക് ചരിത്രപരമായ ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. ചന്ദ്രഗിരി കോട്ടയുടെ നിഴലിൽ ശാന്തമായി ഒഴുകുന്ന ചന്ദ്രഗിരി പുഴയുടെ തീരത്താണ് കിഴൂർ ശ്രീ ശാസ്താക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭക്തിയുടെയും കലയുടെയും ചരിത്രത്തിൻ്റെയും അപൂർവ സംഗമസ്ഥാനമായ ഈ ക്ഷേത്രം ഉത്തര മലബാറിലെ ജനങ്ങളുടെയും സാമൂഹിക ജീവിതത്തിൻ്റെയും ഭാഗം കൂടിയാണ്. ചന്ദ്രഗിരി പുഴയുടെ തീരത്ത് അറബിക്കടലിൻ്റെ സാമീപ്യത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ചന്ദ്രഗിരി കോട്ടയ്ക്കരികിലായി സ്ഥിതി ചെയ്യുന്ന പുണ്യസങ്കേതമാണ് കീഴൂർ ചന്ദ്രഗിരി ശ്രീ ശാസ്താക്ഷേത്രം. ഉത്തര കേരളത്തിലെ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആത്മീയതയുടെയും ചരിത്രത്തിൻ്റെയും സാംസ്കാരിക വിനിമയത്തിൻ്റെയും ഒരു മഹാസംഗമ ഭൂമിയാണ് ഈ ക്ഷേത്രം. ഉത്തര കേരളത്തിലെ ശബരിമല എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഈ ക്ഷേത്രം ആചാര വൈവിധ്യങ്ങൾ കൊണ്ടും ഐതിഹ്യ പെരുമ കൊണ്ടും ഭാരതത്തിലെ ഇതര ശാസ്താക്ഷേത്രങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. കാസർഗോഡ് നഗരത്തിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ ദൂരത്തായി കീഴൂർ എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിലോമീറ്ററുകളോളം നീളുന്ന ചന്ദ്രഗിരി കോട്ടയുടെ ചരിത്രപരമായ പശ്ചാത്തലം ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. പണ്ടുകാലത്ത് കോലത്തുനാട് ഭരിച്ചിരുന്ന ചിറക്കൽ രാജവംശത്തിന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നു ഈ പ്രദേശം. തന്ത്രപ്രധാനമായ ഒരു തീരദേശ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ കിഴൂർ ക്ഷേത്രത്തിന് രാഷ്ട്രീയവും സാമൂഹികവുമായ വലിയൊരു ചരിത്രം പറയാനുണ്ട്. ഈ പ്രദേശത്തെ പ്രകൃതി ഭംഗി തന്നെയാണ് ശാസ്താവിനെ ഇവിടേക്ക് ആകർഷിച്ചത് എന്നാണ് വിശ്വാസം. കുന്നിൻ ചെരുവുകളും പച്ചപ്പിന്റെ വന്യതയും കടൽക്കാറ്റും ചേർന്നൊരുക്കുന്ന ദിവ്യമായ അന്തരീക്ഷം ഭക്തർക്ക് ശാന്തിയും സമാധാനവും നൽകുന്നു. കീഴൂർ ശാസ്താക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പ്രധാനമായും 2 ഐതിഹ്യങ്ങളാണ് പ്രചാരത്തിലുള്ളത്. ഇവ രണ്ടും ശാസ്താവിന്റെ ദിവ്യമായ യാത്രകളെയും അദ്ദേഹത്തിന്റെ ശക്തിയെയും വ്യക്തമാക്കുന്നതാണ്. മലപ്പുറം ജില്ലയിലെ പ്രശസ്തമായ ചമ്രവട്ടം ശാസ്താക്ഷേത്രവുമായി കീഴൂർ ക്ഷേത്രത്തിന് അഭേദ്യമായ ബന്ധമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. പണ്ട് ചമ്രവട്ടം ശാസ്താവ് വടക്കോട്ട് യാത്ര ചെയ്യുകയായിരുന്നു. യാത്രക്കിടയിൽ ചന്ദ്രഗിരിയിലെ കാട്ടുപ്രദേശത്തെത്തിയ ഭഗവാൻ അവിടുത്തെ പ്രകൃതി സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി. വശ്യമായ ആ വനപ്രദേശം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയും അവിടെ താമസിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഈ വനപ്രദേശം അക്കാലത്ത് ആ പ്രദേശത്തെ പ്രശസ്തമായ വള്ളിയോടൻ തറവാട് വകയായിരുന്നു. വനത്തിൽ ചൈതന്യം കണ്ട തറവാട്ടുകാർ ഭഗവാനെ തങ്ങളുടെ കുടുംബദേവനായി ആരാധിക്കാൻ തുടങ്ങി. പിന്നീട് നാടുവാഴികളുടെയും ഭക്തരുടെയും സഹകരണത്തോടെ അവിടെ മനോഹരമായ ഒരു ക്ഷേത്രം പണിതുയർത്തപ്പെട്ടു എന്നാണ് കഥ. മറ്റൊരു പ്രധാന കഥ ചന്ദ്രാംഗത രാജാവുമായി ബന്ധപ്പെട്ടതാണ്. ശാസ്താവ് ഇവിടേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ കീഴൂരിലെ അധികാരി കുതിരക്കാളി അമ്മയായിരുന്നു എന്നാണ് വിശ്വാസം. രാജാവിൻ്റെ ഉപാസനാമൂർത്തിയായിരുന്ന ശാസ്താവ് ഇവിടേക്ക് എഴുന്നള്ളിയപ്പോൾ കുതിരക്കാളി അമ്മയുമായി സംഘർഷമുണ്ടായി എന്ന് പറയപ്പെടുന്നു. ശാസ്താവ് അവിടെ എത്തിയപ്പോൾ തൻ്റെ ആധിപത്യം ഉറപ്പിക്കാനായി ഭഗവതിയുമായി പോരാട്ടത്തിൽ ഏർപ്പെടേണ്ടി വന്നു. ഒരു വശത്ത് രാജാധികാരത്തിൻ്റെ പ്രതീകമായ ശാസ്താവും മറുവശത്ത് ആ പ്രദേശത്തിൻ്റെ അധിദേവതയായ കാളിയും. ഇവർ തമ്മിലുള്ള യുദ്ധം ഒടുവിൽ ഒരു ഒത്തുതീർപ്പിലെത്തി. ആ ഒത്തുതീർപ്പ് പ്രകാരം 2 ദേവതകളും ഒരേ പ്രാധാന്യത്തോടെ അവിടെ വസിക്കാൻ തീരുമാനിച്ചു. ഇന്നും കീഴൂർ ക്ഷേത്രത്തിൽ ശാസ്താവിന് പ്രാധാന്യമുണ്ടെങ്കിലും പൂജകൾ ആദ്യം നടക്കുന്നത് കുതിരക്കാളി അമ്മയ്ക്കാണ്. തദ്ദേശീയമായ ശക്തികളും പുതുതായി എത്തുന്ന ആത്മീയ ശക്തികളും തമ്മിലുള്ള ലയനത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഐതിഹ്യം. തൃക്കണ്ണാട് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഈ 2 ദേവതകളും ഒരുമിച്ച് എഴുന്നള്ളുന്ന ആചാരവും നിലവിലുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന രൂപത്തിലുള്ള ശാസ്താവാണ്. അമ്പും വില്ലും ധരിച്ച പഞ്ചലോഹ വിഗ്രഹമാണിത്. ശാസ്താവിൻ്റെ വീരഭാവത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നാലമ്പലത്തിനകത്ത് രാജാവിനെ പോലെ വാഴുന്ന ശാസ്താവിനൊപ്പം ഉപദേവതകളായി കുതിരക്കാളിയമ്മ, സുബ്രഹ്മണ്യൻ, സർപ്പരൂപത്തിലുള്ള സുബ്രഹ്മണ്യനാണ് ഇവിടെ, ഗണപതി എന്നിവരെയും ആരാധിക്കുന്നു. മറ്റൊരു പ്രത്യേകത ചെമ്പരിക്കാൽ എന്ന സ്ഥലത്തെ ഭഗവതി ക്ഷേത്രം കടലെടുത്തു പോയപ്പോൾ അവിടുത്തെ വിഗ്രഹം സംരക്ഷിക്കാൻ കീഴൂർ ശാസ്താക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഭഗവതിയുടെ പ്രത്യേക സാന്നിധ്യവും ഇവിടെയുണ്ട്. എന്തുകൊണ്ടാണ് കീഴൂർ ശാസ്താക്ഷേത്രം ഉത്തര കേരളത്തിലെ ശബരിമല എന്നറിയപ്പെടുന്നത് എന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. കർണാടകയിൽ നിന്നും മംഗലാപുരം വഴി ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പ ഭക്തർ ആചാരപ്രകാരം ആദ്യം കീഴൂർ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കണമെന്നാണ് ചട്ടം.
ഇവിടെ തൊഴുത് അനുഗ്രഹം വാങ്ങിയ ശേഷമേ വടക്കൻ മലബാറിൽ നിന്നുള്ള ഭക്തർ ശബരിമല യാത്ര തുടങ്ങാറുള്ളൂ. ശബരിമലയിലെ ശാസ്താവും ഇവിടുത്തെ ശാസ്താവും ഒന്നാണെന്ന വിശ്വാസമാണ് ഭക്തർക്കിടയിൽ. മണ്ഡലകാലത്ത് ഇവിടെ നടക്കുന്ന പ്രത്യേക പൂജകളും ഭക്തജന തിരക്കും ശബരിമലയിലെ അന്തരീക്ഷത്തിന് സമാനമാണ്. കീഴൂർ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ സവിശേഷത അവിടുത്തെ പാട്ടുത്സവമാണ്. ഇത് കേവലം ഒരു ഉത്സവമല്ല, മറിച്ച് സംഗീതവും ഭക്തിയും സമന്വയിക്കുന്ന ഒരു ആഘോഷമാണ്. തുലാം മാസത്തിലാണ് ചെറിയ പാട്ടുത്സവം നടക്കുന്നത്. ഇത് ഭഗവാന്റെ അനുഗ്രഹം തേടിയുള്ള സ്തുതിഗീതങ്ങളുടെ ആലാപനമാണ്. വൃശ്ചിക മാസത്തിൽ നടക്കുന്ന വലിയ പാട്ടുത്സവമാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി. ഏകദേശം 17 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണിത്. പാട്ടുത്സവത്തിൻ്റെ ഉൽപ്പത്തി നിലമ്പൂർ കോവിലകത്ത് നിന്നാണെന്ന് പറയപ്പെടുന്നു. പഴയ കാലത്ത് കിരാതരൂപത്തിലുള്ള ശിവനെ പ്രീതിപ്പെടുത്താനായി നിലമ്പൂരിൽ നടത്തിയിരുന്ന ആചാരത്തിൻ്റെ തുടർച്ചയായാണ് കീഴൂരിലും പാട്ടുത്സവം നടക്കുന്നത്. സാലിയ സമുദായക്കാരുടെ കാഴകങ്ങൾ ഈ ഉത്സവത്തിൽ വലിയ പങ്കുവഹിക്കുന്നു. പട്ടൂർ മുതൽ പനമ്പൂർ വരെ വിവിധ കാഴകങ്ങൾ ഒത്തുചേർന്ന് നടത്തുന്ന ഈ ഉത്സവം വലിയൊരു ജനകീയ കൂട്ടായ്മയാണ്. പ്രൊഫഷണൽ ഗായകർ ദേവന്റെ കീർത്തനങ്ങൾ പാടുകയും ഭക്തർ അതിൽ ലയിച്ചു ചേരുകയും ചെയ്യുന്നു. കീഴൂർ ക്ഷേത്രം ദോഷപരിഹാരങ്ങൾക്ക് പേര് കേട്ട ഇടമാണ്. ഭക്തർ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഇവിടെ പ്രത്യേക വഴിപാടുകൾ നടത്തുന്നു. ശനിദോഷം അനുഭവിക്കുന്നവർക്ക് ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിലൂടെ വലിയ ആശ്വാസം നൽകുന്നുവെന്നാണ് വിശ്വാസം. വളർത്തുമൃഗങ്ങൾക്കുള്ള രോഗങ്ങൾ മാറാനും പേപ്പട്ടി വിഷബാധ ഏൽക്കാതിരിക്കാനും മണ്ണുകൊണ്ടോ പഞ്ചലോഹം കൊണ്ടോ ഉണ്ടാക്കിയ നായയുടെ രൂപം ഭഗവാന് സമർപ്പിക്കുന്നത് ഇവിടുത്തെ അപൂർവമായ ചടങ്ങാണ്. ശത്രുപീഡാ പരിഹാരം നേടുന്നതിനായി ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ മാറാൻ വില്ലും ചുരുകിയും സമർപ്പിക്കുന്നതും പ്രധാനമാണ്. വലിയ പാട്ടുത്സവത്തിൻ്റെ 3-ാം ദിവസം നടക്കുന്ന തിടമ്പ് നൃത്തം അതീവ ഹൃദ്യമാണ്. ഭഗവാന്റെ തിടമ്പ് തലയിലേറ്റിയുള്ള നർത്തകരുടെ ചുവടുകൾ കാണാൻ ആയിരക്കണക്കിന് ആളുകൾ എത്താറുണ്ട്. കൊടിയേറ്റം മുതൽ കൊടിയിറക്കം വരെ ക്ഷേത്രത്തിൽ അന്നദാനം നടക്കുന്നു. ജാതി മതഭേദമന്യേ എല്ലാ മനുഷ്യരും ഒത്തുചേരുന്ന ഒരു വേദിയായി കീഴൂർ മാറുന്നു. ഉത്സവത്തിൻ്റെ അവസാന നാളുകളിൽ നടക്കുന്ന വിഷ്ണുമൂർത്തി തെയ്യം വടക്കൻ മലബാറിൻ്റെ തനതായ സംസ്കാരത്തെ ഓർമ്മിപ്പിക്കുന്നു. ചരിത്രപരമായി ഈ ക്ഷേത്രം ചിറക്കൽ രാജവംശത്തിൻ്റെ സംരക്ഷണയിലായിരുന്നു. പിൽക്കാലത്ത് ഭരണം മാറുകയും ക്ഷേത്ര സംരക്ഷണത്തിനായി കമ്മിറ്റികൾ രൂപീകരിക്കപ്പെടുകയും ചെയ്തുവെങ്കിലും പഴയ കാലത്തെ രാജകീയമായ ആചാരങ്ങൾ ഇന്നും പാലിച്ചു വരുന്നുണ്ട്. കീഴൂർ എന്നത് കാസർഗോഡിൻ്റെ പൈതൃക ഗ്രാമങ്ങളിൽ ഒന്നാണ്. ഇവിടുത്തെ ജനങ്ങൾക്കിടയിലുള്ള ഒത്തൊരുമ പാട്ടുത്സവത്തിൻ്റെ സമയത്ത് ദർശിക്കാനാവും. ചരിത്രവും പുരാണവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന കീഴൂർ ചന്ദ്രഗിരി ശ്രീശാസ്താ ക്ഷേത്രം കേരളത്തിലെ ക്ഷേത്ര സംസ്കാരത്തിലെ ഒരു തിളങ്ങുന്ന അധ്യായമാണ്. മലപ്പുറത്തെ ചമ്രവട്ടവും ചിറക്കൽ രാജവംശവും നിലമ്പൂർ കോവിലകവും എല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിൽ ഇഴചേർന്നിരിക്കുന്നു. വിശ്വാസികൾക്ക് ആശ്വാസമായും സഞ്ചാരികൾക്ക് കൗതുകമായും ഈ ക്ഷേത്രം കാലങ്ങളെ അതിജീവിച്ച് നിലകൊള്ളുന്നു. നമ്മുടെ പാരമ്പര്യത്തെയും ആചാരങ്ങളെയും അടുത്തറിയാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും ഒരിക്കലെങ്കിലും കീഴൂരിലെ ഈ പുണ്യഭൂമി സന്ദർശിക്കേണ്ടതാണ്. കാസർഗോഡിൻ്റെ മണ്ണിൽ ഭക്തിയുടെ അലയൊലികൾ തീർക്കുന്ന ഈ ശാസ്താ സന്നിധി ആത്മീയമായ ഒരു ഉണർവ് ഓരോ ഭക്തനിലും പകരുന്നു.